ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th നത്തിങ് ട്വൈസ് എന്നുള്ള പോമാണ്. നമ്മൾ ഹാഫ് എ ഡേ എന്ന കഥയിൽ കണ്ടതുപോലെ തന്നെ സമയം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്, നമ്മുടെ ലൈഫ് എത്ര ഷോർട്ടാണ് എന്നൊക്കെ പറയുന്ന ഒരു പോമാണ് നത്തിങ് ട്വൈസ്. ഇത് എഴുതിയിരിക്കുന്നത് പോളിഷ് റൈറ്റർ ആയിട്ടുള്ള വിസ്വാവ ഷിംബോസ്കി ആണ്. അപ്പൊ നമുക്ക് വായിക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. Selma Lagerlof's banquet speech pays homage to those who helped her along the journey of her life. ഇപ്പൊ സെൽമ ലാഗർലോഫിന്റെ സ്പീച്ച് നമ്മൾ കണ്ടു. അതിൽ അവരുടെ ജീവിതത്തിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത എല്ലാവരോടും നന്ദി പറയുകയാണ്. Now let's read a poem and see how special every moment in life is. Read on. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കവിതയിൽ നമ്മളുടെ ലൈഫിലെ ഓരോ മൊമെന്റും എത്ര സ്പെഷ്യൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വായിക്കാം. നത്തിങ് ട്വൈസ്. നത്തിങ് ക്യാൻ ഹാപ്പൻ ട്വൈസ്. എന്താണ് പറയുന്നത്? ഒരു കാര്യവും രണ്ടു പ്രാവശ്യം നടക്കുന്നില്ല, എല്ലാം ഒരു തവണയേ നടക്കുന്നുള്ളൂ. In consequence, the sorry fact is that we arrive here improvised and leave without the chance to practice. ഇനി പറയുന്നത് ഇതിലൊരു പ്രശ്നം എന്താണ്? നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നത് എന്താണ്? That we arrive here improvised. നമ്മൾ ഇംപ്രവൈസ്ഡ് ആയിട്ടാണ് ഈ ലോകത്തേക്ക് വരുന്നത്. ഇംപ്രവൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തയ്യാറാകാതെ ഒരു പ്രാക്ടീസും ഇല്ലാതെയാണ് നമ്മൾ ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. ആൻഡ് ലീവ് വിതൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്. എന്നാലോ ഒരു തവണ പ്രാക്ടീസ് ചെയ്യാൻ പോലുള്ള ഒരു സാഹചര്യം ഇല്ലാതെ നമ്മുടെ ലൈഫ് അവസാനിക്കുകയാണ്. ഇവിടെ പറയുന്നത് നമ്മുടെ ലൈഫ് ആകെ ഒന്നേ ഉള്ളൂ. അവിടെ നമ്മൾ ഒരു പ്രാക്ടീസും ഇല്ലാതെ ആദ്യമായിട്ടാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. ഒരു കാര്യവും അവിടെ രണ്ടാമത് വരുന്നില്ല എന്നാണ്. No event in life ever happens twice. Because of this, we enter the world completely unprepared and we leave it without ever getting a chance to practice how to live. ഒരു കാര്യവും നമ്മളുടെ ലൈഫിൽ രണ്ട് തവണ നടക്കുന്നില്ല. നമ്മൾ ഈ ലോകത്തേക്ക് ഇംപ്രവൈസ്ഡ് ആയിട്ട് അൺപ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ലാതെ തന്നെ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോവുകയാണ്. Even if there is no one dumber, if you are the planet's biggest dunce, you cannot repeat the class in summer. This course is only offered once. ഇവിടെ എന്താ പറയുന്നത്? ഈവൻ ഇഫ് ദർ ഈസ് നോ വൺ ഡംബർ ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡാൻസ്. ഇവിടെ പറയാണ്, നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും ബുദ്ധി കുറഞ്ഞ ആളായാലും യു കാൺ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ. അതായത് നമ്മളുടെ ലൈഫിനെ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു ക്ലാസ് പോലെയാണ് പറയുന്നത്. ക്ലാസ്സിലാണെങ്കിൽ ഡംബായിട്ടുള്ള ഇന്റലിജൻസ് കുറവുള്ള ഒരു കുട്ടികൾക്ക് വീണ്ടും അവിടെ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യാം, സമ്മർ ക്ലാസ് റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ ജീവിതമാകുന്ന ഈ ഒരു സമ്മർ ക്ലാസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ദറ്റ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. ഈ കോഴ്സ് ഒരു തവണയേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. നമ്മൾ ഈ ലോകത്തെ ഏറ്റവും മണ്ടനായാലും നമുക്ക് ഒരു തവണ മാത്രമേ ഇത് ജീവിക്കാനായിട്ട് ലഭിക്കുന്നുള്ളൂ. Even if you are the least intelligent person on earth, you cannot repeat life like a failing student repeats a class in the summer. നമ്മൾ ഈ ലോകത്തെ ഏറ്റവും ഇന്റലിജൻസ് ഇല്ലാത്ത മനുഷ്യനാണെങ്കിലും ഒരു തോൽക്കുന്ന കുട്ടി സമ്മർ ക്ലാസ് റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ദിസ് ജേർണി ഓഫ് ലൈഫ് ഈസ് എ വൺ ടൈം കോഴ്സ് ഓൺലി. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു വൺ ടൈം കോഴ്സാണ്. No day copies yesterday, no 2 nights will teach what bliss is in precisely the same way with precisely the same kisses. ഇവിടെ പറയാണ്, ഒരു ദിവസവും മറ്റൊരു ദിവസം പോലെയല്ല. നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ. ഒരു ദിവസവും ഇന്നലെ കോപ്പി ചെയ്യുന്നില്ല. നോ ഡേ ഈസ് ദ കോപ്പി ഓഫ് വൺ ബിഫോർ ഇറ്റ്. Even when we experience joy or share kisses with a lover, the feeling and context are never exactly the exact same twice. ഇവിടെ പറയുന്നത് ഒരു ദിവസവും സെയിം അല്ല. നമ്മളവിടെ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്താലും അല്ലെങ്കിൽ കിസസ് ഷെയർ ചെയ്താലും അതുപോലെയല്ല മറ്റൊരു ദിവസത്തെ സന്തോഷം. എല്ലാം ഡിഫറെന്റ് ആണ്. ഒരു ദിവസവും സെയിം അല്ല. എല്ലാത്തിലും കോണ്ടെക്സ്റ്റും ആ എക്സ്പീരിയൻസ് ഒക്കെ ഡിഫറെന്റ് ആണ്. എക്സാക്ട് സെയിം ആയിട്ട് ഈ ലൈഫിൽ ഒരു ദിവസം പോലും ഇല്ല. One day, perhaps, some idle tongue mentions your name by accident. I feel as if a rose were flung into the room, all hue and scent. ഇവിടെ എന്താ പറയുന്നത്? When someone casually or accidentally mentions your name, it brings an immediate rush of beautiful emotion, filling the speaker's world like a colorful, fragrant rose thrown into a room. ഇവിടെ പറയാണ്, ആരെങ്കിലും ആക്സിഡന്റ് ആയിട്ടുള്ള ഒരു ഐഡൽ ടങ് അലസമായിട്ട് നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതൊരു ബ്യൂട്ടിഫുൾ ഇമോഷൻ ആണ്. നമുക്ക് പെട്ടെന്ന് അവിടെ ഒരു ഹാപ്പിനെസ് വരികയാണ്. അത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്? ലൈക്ക് കളർഫുൾ ഫ്രാഗ്രന്റ് റോസ് ത്രോൺ ഇൻ ടു എ റൂം. നല്ല കളറുള്ള നല്ല മണമുള്ള ഒരു റോസ് നമ്മളുടെ ഈ റൂമിലേക്ക് എറിയുന്നത് പോലെയാണ് ആരെങ്കിലും നമ്മളുടെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ എന്നാണ് പറയുന്നത്. എന്നാലോ അവിടെ എന്താ ഉണ്ടാവുന്നേ? ദ നെക്സ്റ്റ് ഡേ ദോ യു ആർ ഹിയർ വിത്ത് മീ, ഐ കാൻ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്. എ റോസ്, എ റോസ്. What could that be? Is it a flower or a rock? ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു
ഒരാൾ നമ്മളുടെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ റോസ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് പോലെയാണെന്ന്. എന്നാൽ അതിന്റെ അടുത്ത ദിവസം അതുപോലെയല്ല. ബൈ ദ വെരി നെക്സ്റ്റ് ഡേ, ഈവൻ വൈൽ ടുഗെദർ, ദ മാജിക് ഡിസപ്പിയേഴ്സ് ആൻഡ് ദ സ്പീക്കർ കീപ്സ് ചെക്കിംഗ് ദ ക്ലോക്ക്. അപ്പൊ പിറ്റേ ദിവസം ഒരുമിച്ചാണെങ്കിലും ഇവിടെ സ്പീക്കർ പറയാണ് എനിക്ക് ക്ലോക്കിലേക്ക് നോക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അതായത് സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മുൻപത്തെ ദിവസം വളരെ ബ്യൂട്ടിഫുൾ ആണെങ്കിലും ഇന്ന് നമുക്ക് ആ ഫീലിംഗ്സ് ഒന്നുമില്ല. ദ ബ്യൂട്ടിഫുൾ മെമ്മറി ഓഫ് ദ റോസ് ഈസ് ഗോൺ. ആ റോസാപ്പൂവ് തന്ന ആ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലീവിംഗ് ദ സ്പീക്കർ കൺഫ്യൂസ്ഡ് അബൌട്ട് വെദർ ദ റിലേഷൻഷിപ്പ് ഈസ് എ ലൈറ്റ് ഫ്ലവർ ഓർ എ ഹെവി റോക്ക്. അപ്പം ഇവിടെ ആ സ്പീക്കറിന് ഒരു കൺഫ്യൂഷൻ വരാണ്. ഇന്നലെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിരുന്നെങ്കിൽ ഇന്ന് ആ ഫീലിംഗ് ഒന്നുമില്ല. ഇവിടെ സ്പീക്കർ കൺഫ്യൂസ്ഡ് ആണ്. ഇന്നലെ റോസ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ആ ഫീലിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ റോസ് ആണോ, ഒരു ലൈറ്റ് ഫ്ലവർ ആണോ, അല്ലെങ്കിൽ ഒരു ഹെവി റോക്ക് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഹെവി റോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മരിക്കുമ്പോൾ ശവകുടീരം ടൂം പോലെ വെക്കുന്നതാണ്. ഇവിടെ ഒരു റോസ് ആണോ അല്ലെങ്കിൽ ഒരു റോക്ക് ആണോ, ഡെത്ത് ആണോ എന്നാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. കാരണം ഒരു ദിവസവും സെയിം അല്ല. Why do we treat the fleeting day with so much needless fear and sorrow? Isn't in its nature not to stay? Today is always gone tomorrow. എന്നിട്ട് സ്പീക്കർ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മൾ എന്തിനാണ് ഒരു ദിവസത്തെ, പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു ദിവസത്തെ ഇത്രയും ഭയക്കുന്നതെന്ന്. The speaker questions why we waste time feeling anxious or sad about how fast days go by. നമ്മൾ എന്തിനാണ് എത്ര പെട്ടെന്നാണ് ദിവസം പോകുന്നത് എന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ ആവുന്നത്. It is simply the natural law of time that ടുഡേ മസ്റ്റ് ഡിസപ്പിയർ ടു ബിക്കം ടുമോറോ. ഇവിടെ പറയാണ് അതൊരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് കഴിഞ്ഞാൽ നാളെ ആവണം, ഈ ദിവസം കടന്നു പോകണം എന്നുള്ളത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ ഇതിൽ വെറുതെ അനാവശ്യമായിട്ട് ഭയക്കുന്നത് എന്നാണ് സ്പീക്കർ നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. വിത്ത് സ്മൈൽസ് ആൻഡ് കിസസ് വി പ്രിഫർ ടു സീക്ക് എ കോഡ് ബിനീത്ത് അവർ സ്റ്റാർ. Although we are different, we concur just as two drops of water are. We try to find agreement and harmony with each other through affection. നമ്മൾ ആളുകളോട് അഗ്രിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആളുകളോട് ഒരുമിച്ചിരിക്കുന്നത് സ്നേഹം പ്രകടിപ്പിക്കുന്നതിലൂടെയാണ്. അഫെക്ഷൻ അല്ലെങ്കിൽ കിസസ് ഇങ്ങനത്തെ സ്നേഹ പ്രകടനങ്ങളിലൂടെയാണ്. However, when we agree, we must accept that we are fundamentally different, just like two drops of water that look similar but are not identical. പക്ഷെ ഇവിടെ എന്താ പറയുന്നേ, ഈവൻ വെൻ വി എഗ്രി, നമ്മൾ ആളുകളോട് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മളുടെ കൂടെയുള്ളവരോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, ഹാർമോണിയസ് ആയിട്ട് ഒത്തൊരുമയോടെ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? വി മസ്റ്റ് ആക്സെപ്റ്റ് ദാറ്റ് വി ആർ ഫണ്ടമെന്റലി ഡിഫറെന്റ്. നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഡിഫറെന്റ് ആണ്. നമ്മൾ ഒരുപോലെ ഉണ്ടെങ്കിലും നമ്മൾ ഡിഫറെന്റ് ആണ്. രണ്ട് വാട്ടർ ഡ്രോപ്സ് എങ്ങനെയാണ്, രണ്ടും ഒരുപോലെയാണ് കാണാൻ, പക്ഷെ ഡിഫറെന്റ് ആണ്. അതുപോലെയാണ് നമ്മളും. നമ്മൾ സിമിലർ ആണ് എന്ന് തോന്നുമെങ്കിലും വി ആർ ഫണ്ടമെന്റലി ഡിഫറെന്റ്, നമ്മൾ ഐഡന്റിക്കൽ അല്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കവിത അവസാനിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സമയത്തിന്റെ പെട്ടെന്നുള്ള കടന്നുപോക്കും, അതുപോലെ തന്നെ ഒരു കാര്യവും നമ്മുടെ ലൈഫിൽ 2 തവണ വരില്ല. ഈ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നേ ഉള്ളൂ, ഒന്നും ഐഡന്റിക്കൽ അല്ല എന്നുള്ള ആശയങ്ങളാണ് ഈ കവിതയിൽ കവി പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിലെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം വരുന്നത്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലൈൻ നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ് എന്നുള്ള വരിയുടെ പ്രസക്തി എന്താണെന്നാണ്. The line emphasizes that every moment in life is unique and unrepeatable. എന്താണ് ഈ വരി പറയുന്നത്? ഈ വരിയിൽ പറയുന്നത് നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും രണ്ടാമതൊരു തവണ വരില്ല. എല്ലാം യുണീക്കാണ്, എല്ലാം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ അത് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. It reminds us to cherish the present because no experience can occur exactly the same way again. ഇത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളുടെ ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കണം എന്നാണ്. കാരണം എക്സാക്ട് സെയിം വേയിലാവില്ല നമുക്ക് പിന്നൊരു ദിവസം ഈ എക്സ്പീരിയൻസ് കിട്ടാം. അപ്പൊ നമ്മൾ ആയിരിക്കുന്ന ആ ഒരു അവസ്ഥ നമ്മൾ ആസ്വദിക്കണം എന്നാണ് പറയുന്നത്. What does the word course refer to in the second stanza? ഇവിടെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ ലൈഫ് എന്ന് പറയുന്നത് രണ്ടാമത് നമുക്കൊരു ചാൻസ് തരുന്ന കോഴ്സ് അല്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ കോഴ്സ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The word course refers to life and all the experience it offers to a person. അപ്പൊ ഇവിടെ കോഴ്സ് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെയാണ്. ഒരു കോഴ്സിൽ നമുക്ക് തോറ്റാൽ റിപ്പീറ്റ് ചെയ്യാം, പക്ഷെ ലൈഫിൽ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ പോയിന്റ് മീൻ ബൈ ദ വേർഡ് ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദ പോയിന്റ് മീൻസ് ദാറ്റ് ലൈഫ് ഈസ് എ വൺ ടൈം ഓപ്പർച്യൂണിറ്റി. We cannot relive or practice it again, so we should make the best use of every moment. ഇവിടെ കോഴ്സ് എന്ന് പറയുന്നത് ലൈഫിനെയാണ്. ലൈഫ് എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു തവണയേ നമുക്കിത് ലഭിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് റീലീവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഓരോ മൊമെന്റിനെയും ആസ്വദിക്കാനാണ് കവി പറയുന്നത്. അടുത്ത ചോദ്യം വരുന്നത്,
ഹൗ ഡസ് ദ പോം റിവീൽ ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഡേ? എങ്ങനെയാണ് ഓരോ ദിവസവും വ്യത്യസ്തമാണ് എന്ന് കവിതയിൽ പറയുന്നത്? The poem states that no day is a copy of yesterday and that every experience, emotion and relationship is different. Thus, each day is unique and irreplaceable. ഈ കവിതയിൽ നമ്മളുടെ ഇഷ്ടമുള്ളവരുടെ കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്ന സന്തോഷവും സ്നേഹവും ഒക്കെ ഓരോ ദിവസവും യുണീക്കാണെന്ന് പറയുന്നുണ്ട്. അത് പല ദിവസവും പല രീതിയിലായിരിക്കും. അപ്പോൾ ഓരോ എക്സ്പീരിയൻസും ഓരോ ഇമോഷനും ഓരോ റിലേഷൻഷിപ്പും ഡിഫറെന്റ് ആണെന്ന് പറയുന്നു. അങ്ങനെയാണ് ഓരോ ദിവസത്തിന്റെയും യുണീക്നെസിനെ പറ്റി കവിതയിൽ പറയുന്നത്. വെൻ ഡസ് ദ പോയിറ്റ് ഫീൽ ദാറ്റ് എ റോസ് ഹാസ് ബീൻ ഫ്ലങ് ഇൻ ടു ദ റൂം? എപ്പോഴാണ് കവിക്ക് തോന്നുന്നത് ഒരു റോസ് ഫ്ലവർ ഈ റൂമിലേക്ക് എറിഞ്ഞുവെന്ന്? The poet feels so when someone unexpectedly mentions the name of a loved one. കവിക്ക് ഇത് തോന്നുന്നത് ആരോ തന്റെ പ്രിയപ്പെട്ട ആളുടെ പേര് മെൻഷൻ ചെയ്യുമ്പോഴാണ്. The mention fills the poet's heart with joy, beauty and sweet memories. ഈ പേര് പറയുമ്പോഴാണ് പോയിറ്റിന്റെ മനസ്സിൽ സന്തോഷവും നല്ല ഓർമ്മകളൊക്കെ വരുന്നത്. Why can't the poet help looking at the clock? The poet keeps looking at the clock because time passes quickly and precious moments never return. കവി പറയുന്നുണ്ട് എനിക്ക് ക്ലോക്കിലേക്ക് നോക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അതെന്താ കാരണം? സമയം പെട്ടെന്നാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രഷ്യസ് മൊമെന്റ്സ് ഒന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. ദ പോയിറ്റ് ഈസ് ആൻഷ്യസ് അബൌട്ട് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം. ഇപ്പൊ സമയം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് എന്നുള്ളതിൽ ഒരു ആൻസൈറ്റി കവിക്കുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഈ ക്ലോക്കിലേക്ക് നോക്കുന്നു എന്ന് പറയുന്നത്. Why does the poet ask us not to treat the fleeting day with fear and sorrow? കവി പറയുന്നുണ്ട് നമ്മളോട് ഈ പെട്ടെന്ന് കടന്നു പോകുന്ന ഈ ദിവസത്തെ നമ്മൾ ഭയം കൊണ്ടും വിഷമം കൊണ്ടൊന്നും നേരിടരുതെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? The poet asks us to enjoy the present instead of worrying about its end because change is a natural part of life. കവി പറയാണ് നമ്മൾ ഓരോ ദിവസവും എൻജോയ് ചെയ്യണം, ഓരോ മൊമെന്റും എൻജോയ് ചെയ്യണം, അല്ലാതെ അതിന്റെ അവസാനത്തെ പറ്റി ഭയക്കരുത്. കാരണം ചേഞ്ച്, മാറ്റം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെയും നമ്മൾ എൻജോയ് ചെയ്യണമെന്നാണ്. ഫിയർ ആൻഡ് സോറോ പ്രിവെന്റ്സ് us ഫ്രം അപ്രീഷിയേറ്റിംഗ് ദ ബ്യൂട്ടി ഓഫ് ഈച്ച് മൊമെന്റ്. ഭയവും വിഷമവും ഒക്കെ ഓരോ ദിവസത്തെയും നമ്മൾ ആസ്വദിക്കുന്നതിൽ നമുക്ക് തടസ്സമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭയത്തെയൊക്കെ മാറ്റി വെച്ച് ഈച്ച് മൊമെന്റ് എൻജോയ് ചെയ്യാനാണ് കവി പറയുന്നത്. What does the line "Today is always gone tomorrow" tell us about the nature of time? The line shows that time is constantly moving forward. ഈ വരി എന്താ കാണിക്കുന്നത്? സമയം എപ്പോഴും മുന്നിലേക്ക് പോകുന്നതാണ്. Once a moment passes, it becomes a part of the past and can never be regained. ഒരു നിമിഷം കടന്നുപോയാൽ അത് പാസ്റ്റ് ആയി, അല്ലേ? അത് ഭൂതകാലമായി. അത് നമുക്ക് ഒരിക്കലും വീണ്ടും തിരിച്ചു കിട്ടില്ല എന്നാണ് "Today is always gone tomorrow" എന്ന ലൈനിന്റെ മീനിങ്. അടുത്ത ചോദ്യം വരുന്നത്, How does the poet establish the uniqueness of each individual? ഓരോ വ്യക്തികളും യുണീക്ക് ആണെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് പോയിറ്റ് പറയുന്നത്? ദ പോയിറ്റ് പോയിന്റ്സ് ഔട്ട് ദാറ്റ് പീപ്പിൾ ആർ ഡിഫറെന്റ് ഇൻ ദയർ തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. കവി പറയുന്നുണ്ട് ഓരോ മനുഷ്യരും അവരുടെ ഫീലിംഗ്സിലും ചിന്തകളിലും അവരുടെ അനുഭവങ്ങളിലൊക്കെ വ്യത്യസ്തരാണെന്ന്. ഈവൻ ദോ ഹ്യൂമൻസ് ഷെയർ കോമൺ ഇമോഷൻസ്, നോ ടു ഇൻഡിവിജ്വൽസ് ആർ എക്സാക്ട്ലി എലൈക്ക്. രണ്ട് മനുഷ്യർ സെയിം ഇമോഷൻസ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും രണ്ടു മനുഷ്യരും എക്സാക്ട്ലി ഒരുപോലെയല്ല, ഐഡന്റിക്കൽ അല്ല. ഇത് പറയാനായിട്ട് കവി ഉപയോഗിക്കുന്നത് വാട്ടർ ഡ്രോപ്സിന്റെ കാര്യമാണ്. നമ്മൾ വാട്ടർ ഡ്രോപ്സ് പോലെയാണ്. ഓരോ ഡ്രോപ്സും സെയിം ആണ്, സിമിലർ ആണെന്ന് തോന്നുമെങ്കിലും അതൊരിക്കലും സെയിം അല്ല. അതുപോലെയാണ് ഓരോ വ്യക്തികളും. അടുത്തത് ലെറ്റ്സ് അപ്രീഷിയേറ്റ് എന്നുള്ള ഭാഗമാണ്. ഹൗ ഈസ് ടൈം പോർട്രേഡ് ഇൻ ദ പോം? എങ്ങനെയാണ് സമയം ഈ കവിതയിൽ കാണിച്ചിരിക്കുന്നത്? ടൈം ഈസ് പോർട്രേഡ് ആസ് ഫ്ലീറ്റിംഗ്, ഇറിവേഴ്സിബിൾ ആൻഡ് പ്രഷ്യസ്. സമയത്തെ കാണിച്ചിരിക്കുന്നത് വളരെ ക്ഷണികമാണെന്നാണ്, പെട്ടെന്ന് കടന്നു പോകുന്നതാണ്, അത് ഇറിവേഴ്സിബിൾ ആണ്, നമുക്ക് തിരിച്ചു കിട്ടില്ല, അതുപോലെ തന്നെ വളരെ വാല്യൂ ഉള്ളതാണ്. ഇറ്റ് മൂവ്സ് കണ്ടിന്യൂസ്ലി, മേക്കിംഗ് എവറി മൊമെന്റ് യുണീക്ക് ആൻഡ് ഇമ്പോസിബിൾ ടു റിപ്പീറ്റ്. സമയം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ മൊമെന്റും യുണീക്ക് ആണ്, അത് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാത്തതുമാണ്. വാട്ട് ഫീലിംഗ് ഡസ് ദ മെൻഷൻ ഓഫ് യുവർ നെയിം ഇവോക്ക്? കവിതയിൽ യുവർ നെയിം എന്ന് പറയുന്നുണ്ട്. അത് എന്ത് ഫീലിംഗ് ആണ് കവിതയിൽ കൊണ്ടുവരുന്നത്? The mention of your name evokes feelings of love, joy, warmth and cherished memories. ഇപ്പൊ ഇവിടെ യുവർ നെയിം എന്ന് പറയുന്നുണ്ട്. കവിക്ക് ഇഷ്ടപ്പെട്ട ആരുടെയോ പേര് പറയുമ്പോൾ സന്തോഷവും സ്നേഹവും നല്ല ഓർമ്മകളൊക്കെയാണ് കവിക്ക് വരുന്നത്. ഇറ്റ് ഫിൽസ് ദ പോയിറ്റ്സ് മൈൻഡ് വിത്ത് ബ്യൂട്ടി ആൻഡ് ഹാപ്പിനെസ്. കവിയുടെ മനസ്സിൽ ബ്യൂട്ടിയും സന്തോഷമൊക്കെയാണ് കൊണ്ടുവരുന്നത്. വാട്ട് ഡസ് ദ ക്ലോക്ക് സിംബലൈസ്? കവിതയിൽ ക്ലോക്ക് എന്താണ് സൂചിപ്പിക്കുന്നത്? The clock symbolizes the passage of time and the transient nature of life. അപ്പൊ ഈ ക്ലോക്ക് കാണിക്കുന്നത് സമയത്തിന്റെ കടന്നുപോക്കും ജീവിതത്തിന്റെ ക്ഷണികതയുമാണ്. ജീവിതം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇറ്റ് റിമൈൻഡ്സ് us that every moment is precious and short lived. ഇത് കാണിക്കുന്നത് ഓരോ മൊമെന്റും വാല്യൂ ഉള്ളതാണ്, പ്രഷ്യസ് ആണെന്നാണ്. ഹൗ ഡസ് ദ പോം വ്യൂ ഹ്യൂമൻ റിലേഷൻഷിപ്സ്? മനുഷ്യരുടെ ബന്ധങ്ങളെ പറ്റി എങ്ങനെയാണ് കവിതയിൽ കാണിച്ചിരിക്കുന്നത്? The poem views human relationships as precious and unique. മനുഷ്യബന്ധങ്ങളെ വളരെ വാല്യൂ ഉള്ളതും വ്യത്യസ്തവുമായിട്ടാണ് കവിതയിൽ കാണിച്ചിരിക്കുന്നത്.
Though people may share similar emotions, each relationship is special and cannot be exactly repeated. രണ്ടാളുകൾ സെയിം റിലേഷൻഷിപ്പാണ് ഷെയർ ചെയ്യുന്നത്, സെയിം ഇമോഷനാണ് ഷെയർ ചെയ്യുന്നതെങ്കിലും അത് രണ്ടും വ്യത്യസ്തമാണ്, രണ്ടും ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈച്ച് എക്സ്പീരിയൻസ് ഈസ് സ്പെഷ്യൽ ആൻഡ് ഇറ്റ് കനോട്ട് ബി റിപ്പീറ്റഡ്. അതൊരിക്കലും റിപ്പീറ്റ് ചെയ്യാനും പറ്റില്ല. വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ പോം ആൻഡ് ഹൗ ഡസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ തീം? ഈ കവിതയുടെ ടോൺ എന്താണ്? ആ ടോൺ കവിതയുടെ ആശയത്തിലേക്ക് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? The tone of the poem is reflective, philosophical and optimistic. കവിതയുടെ ടോൺ റിഫ്ലക്റ്റീവ് ആണ്, ഫിലോസഫിക്കൽ ആണ്, ഒപ്റ്റിമിസ്റ്റിക് ആണ്. റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാൽ കവി സ്വയം ചിന്തിക്കുകയാണ് അവരുടെ ലൈഫിനെ പറ്റി, ഓരോ മൊമെന്റ്സിനെ പറ്റി. അതുപോലെ തന്നെ ഫിലോസഫിക്കൽ ആണ്, ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫ്യൂച്ചറിനെ പറ്റി, നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് കാണുന്നതിനെയാണ് ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കവിതയിൽ കവി പറയുന്നുണ്ട്, നമ്മൾ ഈ പെട്ടെന്ന് കടന്നു പോകുന്ന സമയത്തിന് എന്തിനാണ് ഭയക്കുന്നത്, നമ്മൾ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടതെന്ന്. It encourages the readers to accept the fleeting nature of life and cherish every moment, thereby reinforcing the poem's central theme of uniqueness. അപ്പോൾ ഈ കവിത വായനക്കാരോട് പറയുന്നത് ഈ സമയത്തിന്റെ ഈ ഫ്ലീറ്റിംഗ് നേച്ചർ, ഈ ക്ഷണികതയെ നമ്മൾ ഭയക്കാതെ ഓരോ മൊമെന്റും ചെറിഷ് ചെയ്യാനാണ്. അങ്ങനെ കവിതയുടെ ഒരു യുണീക്നെസ് എന്നുള്ള തീമിലേക്ക് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ഓരോ മൊമെന്റും യുണീക്കാണ്, വ്യത്യസ്തമാണ് എന്നുള്ള ഒരു തീമാണ് കവിതയിൽ വരുന്നത്. The poem emphasizes the importance of enjoying every moment in life. Do you agree? Discuss. അപ്പൊ ഈ കവിത എംഫസൈസ് ചെയ്യുന്നത് നമ്മളുടെ ലൈഫിലെ ഓരോ മൊമെന്റും നമ്മൾ എൻജോയ് ചെയ്യണം എന്നാണ്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഐ എഗ്രി വിത്ത് ദ പോയിന്റ്. ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് എവറി മൊമെന്റ് ഈസ് യുണീക്ക്. യെസ്, ഞാൻ പോയിന്റുമായിട്ട് എഗ്രി ചെയ്യാണ്. കാരണം എന്താണ്? ലൈഫ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ ഓരോ മൊമെന്റും യുണീക്കാണ്. Worrying too much about the past or the future prevents us from appreciating the present. നമ്മളുടെ കഴിഞ്ഞ കാലത്തെ പറ്റിയോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഭാവിയെ പറ്റിയൊക്കെ ആലോചിച്ച് വിഷമിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു പ്രസന്റ് സ്റ്റേറ്റിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ വരികയാണ്. By valuing each day, nurturing relationships and embracing new experiences, we can lead a happier and more meaningful life. നമ്മൾ ഓരോ നിമിഷത്തെ വാല്യൂ ചെയ്ത് അതിനെ എൻജോയ് ചെയ്ത് ഓരോ ബന്ധങ്ങളെയും പുതിയ എക്സ്പീരിയൻസുകളെയൊക്കെ വാല്യൂ കൊടുത്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാനായിട്ട് പറ്റും. The poem teaches us to live fully and treasure every moment before it slips away. അപ്പോൾ ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് അതിനെ ആസ്വദിക്കാനാണ്, അത് നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നതിന് മുമ്പ്. അപ്പോൾ ഇത്രയാണ് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമുക്കൊരു ആക്ടിവിറ്റിയാണ് വന്നിരിക്കുന്നത്. ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ്. ആക്ടിവിറ്റി 1. Poets uses different kinds of images to enhance the meaning of poems. കവിതയിലെ വരികളുടെ ഭംഗി കൂട്ടാനും അല്ലെങ്കിൽ അതിന്റെ അർത്ഥത്തിനെ എൻഹാൻസ് ചെയ്യാനൊക്കെ ആയിട്ട് കവികൾ പലതരത്തിലുള്ള ഇമേജസ് കവിതകളിൽ ഉപയോഗിക്കുന്നുണ്ട്. These can be visual, auditory, olfactory, tactile, gustatory and kinesthetic etc. അപ്പോൾ പലതരത്തിലുള്ള ഇമേജസ് കവിതകളിൽ നമുക്ക് ഉപയോഗിക്കാം. ഏതൊക്കെയാണത്? വിഷ്വൽ, ഓഡിറ്ററി, olfactory, tactile, gustatory and kinesthetic. ഇതുപോലെ പലതരത്തിലുള്ള ഇമേജസ് ഉണ്ട്. A few examples from the poem Nothing Twice are given below. ഇപ്പൊ നമ്മളുടെ Nothing Twice എന്നുള്ള കവിതയിലെ പലതരം ഇമേജസിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തെ വിഷ്വൽ ഇമേജ് ആണ്. വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു വരി വായിക്കുമ്പോൾ നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനെയാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ വിഷ്വൽ ഇമേജ് ആയിട്ട് വരുന്നത് റോസ് ആണ്. ആ ലൈൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റോസ് ഫ്ലവറിന്റെ ഇമേജ് നമ്മളുടെ കണ്ണിലേക്ക് വരും. അതിനെയാണ് വിഷ്വൽ ഇമേജറി എന്ന് പറയുന്നത്. അടുത്തത് ഓഡിറ്ററി ആണ്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേര് പോലെ തന്നെ ലിസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജ് ആണ് ഓഡിറ്ററി. ഇവിടെ പറയുന്നത് സം ഐഡിൽ ടങ് മെൻഷൻസ് യുവർ നെയിം. അത് പറയുമ്പോൾ നമ്മളത് കേൾക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഓഡിറ്ററി ഇമേജസ് എന്ന് പറയുന്നത്. അടുത്തത് ഓൾ ഫാക്ടറി ആണ്. ഓൾ ഫാക്ടറി എന്ന് പറഞ്ഞാൽ മണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജ് ആണ്. ഇവിടെ സെന്റ് ആണ്. റോസാപ്പൂവിന്റെ നിറവും മണമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ റോസാപ്പൂവിന്റെ മണം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓൾ ഫാക്ടറി ഇമേജ് എന്ന് പറയുന്നത്. അടുത്തത് കൈനസ്തെറ്റിക് ആണ്. കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റുമായിട്ട്, അനക്കം അല്ലെങ്കിൽ ചലനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഫ്ലീറ്റിംഗ് ഡേ, പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു ദിവസമാണ്. അപ്പൊ അത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് ടാക്ടൈൽ ആണ്. ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ ടച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സ്പർശവുമായിട്ട് ബന്ധപ്പെട്ട ഇമേജ് ആണ് ടാക്ടൈൽ ഇമേജസ്. ഇവിടെ കിസ്സസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ആ കിസ് എന്ന് പറയുന്ന ടച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. ടച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കിസ്സസ്. അപ്പൊ അതാണ് ടാക്ടൈൽ ഇമേജസ്. അപ്പൊ ഇതാണ് നമ്മളുടെ നത്തിങ് ട്വൈസ് എന്നുള്ള കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പലതരം ഇമേജസ്: വിഷ്വൽ, ഓഡിറ്ററി, ഓൾ ഫാക്ടറി, കൈനസ്തെറ്റിക് ആൻഡ് ടാക്ടൈൽ. നൗ ലിസ്റ്റ് ദ ഇൻസ്റ്റൻസസ് ഓഫ് ഇമേജറി ആൻഡ് മെൻഷൻ ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ദ പോം. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പൊ നമുക്ക് ഈ കവിതയിലെ മറ്റ് ഇമേജസ് കണ്ടുപിടിച്ചിട്ടാണ് ഈ ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്. അതിലൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. കൈനസ്തെറ്റിക് ഇമേജിനാണ് എക്സാമ്പിൾ തന്നിട്ടുള്ളത്. കൈനസ്തെറ്റിക് ഇമേജ് കവിതയിൽ വരുന്നത് എങ്ങനെയാണ്?
ഇഫ് എ റോസ് വർ ഫ്ലങ് ഇൻ ടു ദ റൂം, ഒരു റോസാപ്പൂവ് എറിയുന്നത് പോലെ എന്നാണ് പറയുന്നത്. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് സിംബലൈസസ് യുണീക്ക് ആൻഡ് അൺറിപ്പീറ്റബിൾ മൊമെന്റ്സ്. അപ്പൊ ഈ റോസാപ്പൂവ് വരുന്നത് അൺറിപ്പീറ്റബിൾ ആയിട്ടുള്ള ജീവിതത്തിലെ നിമിഷങ്ങളെയാണ് കാണിക്കുന്നത്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്കിതിൽ വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി ആൻഡ് ടാക്ടൈൽ ഇമേജസ് കണ്ടെത്തണം. അതിനുശേഷം വന്നിരിക്കുന്ന ആക്ടിവിറ്റി നൗ റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഇമേജറി ഇൻ ദ പോം. ഇത് വെച്ചിട്ട് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസിനെ പറ്റിയിട്ട് നമുക്കൊരു പാരഗ്രാഫും എഴുതണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പലതരത്തിലുള്ള ഇമേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് വിഷ്വൽ ഇമേജ് ആണ്. നമുക്ക് കാഴ്ചയിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതാണ് വിഷ്വൽ ഇമേജ്. അപ്പൊ അതിൽ ഇൻസ്റ്റൻസ് വരുന്നത് എ റോസ് ഓൾ ഹ്യൂ ആൻഡ് സെന്റ്. ആ റോസാപ്പൂവിനെയാണ് ഇവിടെ വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. ആ നിറവും മണവും ഉള്ള റോസാപ്പൂ. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് സിംബലൈസസ് ബ്യൂട്ടി, ലവ് ആൻഡ് ദ ഫ്രഷ്നെസ് ഓഫ് എ യുണീക് മൊമെന്റ്. ഈ റോസാപ്പൂവ് എന്താ കാണിക്കുന്നത്? ഓരോ നിമിഷത്തിന്റെയും ഭംഗിയും സ്നേഹവും ഓരോ നിമിഷവും എത്ര യുണീക്ക് ആണ് എന്നാണ്. അടുത്തത് ഓഡിറ്ററി ഇമേജ് ആണ്. ഓഡിറ്ററി ഇമേജ് നമ്മൾ നേരത്തെ കണ്ടു. സം ഐഡിൽ ടങ് മെൻഷൻസ് യുവർ നെയിം. പോയറ്റിന്റെ പ്രിയപ്പെട്ട ഒരാളുടെ പേര് ഒരാൾ പറയുന്നതാണ് അല്ലെ കണ്ടത്. അപ്പൊ അതെന്താ കാണിക്കുന്നത്? ഇറ്റ് ഇവോക്സ് സ്വീറ്റ് മെമ്മറീസ് ആൻഡ് ക്രിയേറ്റ്സ് ആൻ ഇമോഷണൽ റെസ്പോൺസ്. അത് കേൾക്കുമ്പോൾ പോയിറ്റിന്റെ മനസ്സിൽ നല്ല ഓർമ്മകളാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് സ്വീറ്റ് മെമ്മറീസും ഒരു ഇമോഷണൽ റെസ്പോൺസും ആണ് കവിയിൽ ഉണ്ടാക്കുന്നത്. അടുത്തത് ഓൾഫാക്ടറി ഇമേജ് ആണ്. ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? മണവുമായിട്ട് ബന്ധപ്പെട്ടത്. ആ ലൈൻ വായിക്കുമ്പോൾ നമുക്ക് ആ മണം സെൻസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇവിടെ വരുന്നത് ഓൾ ഹ്യൂ ആൻഡ് സെന്റ്. ആ റോസാപ്പൂവിന്റെ നിറവും മണവും ആ ഒരു സുഗന്ധമാണ്. ഇറ്റ് സജസ്റ്റ് ദ ലിങ്കറിംഗ് സ്വീറ്റ്നെസ് ആൻഡ് ഷാം ഓഫ് മെമ്മറീസ്. ഇതും അതുപോലെ തന്നെ എന്താണ്? ഈ മണം കാണിക്കുന്നതും ഓർമ്മകളുടെ ഭംഗിയാണ്. അടുത്തത് കൈനസ്തെറ്റിക് ആണ്. ഇഫ് എ റോസ് വർ ഫ്ലങ് ഇൻ ടു ദ റൂം. ആ റോസാപ്പൂ വരുന്നത് അത് സിംബലൈസ് ചെയ്യുന്നത് യുണീക്ക് ആൻഡ് അൺറിപ്പീറ്റബിൾ മൊമെന്റ് ആണ്. അവസാനത്തത് ടാക്ടൈൽ ഇമേജ് ആണ്. ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ സ്പർശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസസ്. അതെന്താ കാണിക്കുന്നേ? ഇറ്റ് എക്സ്പ്രസസ് ദ എഫെക്ഷൻ ആൻഡ് വാംത്ത് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഈ കിസ് എന്ന് പറയുന്നത് സ്പർശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് മനുഷ്യരുടെ ബന്ധങ്ങളുടെ ഒരു വാംത്തും ഒരു സ്നേഹമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പലതരത്തിലുള്ള ഇമേജസ്. ഇനി നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു പാരഗ്രാഫ് ഉണ്ടാക്കാം. ദ പോം നത്തിങ് ട്വൈസ് ഈസ് റിച്ച് ഇൻ ഇമേജറി ദറ്റ് മേക്സ് ഇറ്റ്സ് ഐഡിയാസ് വിവിഡ് ആൻഡ് മെമ്മറബിൾ. നത്തിങ് ട്വൈസ് എന്നുള്ള കവിതയിൽ പലതരത്തിലുള്ള ഇമേജസ് ആണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ കവിതയെ കുറച്ചുകൂടി മനോഹരമാക്കുകയാണ് ചെയ്യുന്നത്. The poet uses visual imagery through the image of a rose to symbolize the beauty and uniqueness. വിഷ്വൽ ഇമേജറി ഉപയോഗിച്ചിരിക്കുന്നത് ആ റോസാപ്പൂവിന്റെ ചിത്രത്തിലാണ്. അത് ബ്യൂട്ടിയെയും യുണീക്നെസിനെയും കാണിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓഡിറ്ററി ഇമേജറി appears in the phrase some idle tongue mentions your name, creating a sense of sweet remembrance. ഓഡിറ്ററി ഇമേജ് ഉപയോഗിച്ചിരിക്കുന്ന വരി എന്ന് പറയുന്നത് some idle tongue mentions your name എന്നുള്ള വരിയാണ്. അത് കാണിക്കുന്നത് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഓർമ്മകളാണ്. Olfactory imagery is used through the words scent, which suggest the lingering fragrance of memories. പിന്നെ ഓൾഫാക്ടറി ഇമേജസ്, മണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജ് സെന്റ് എന്നുള്ള ഇമേജ് ആണ്. ആ വാക്ക് ഓർമ്മകളുടെ ആ ഒരു സുഗന്ധത്തെയാണ് കാണിക്കുന്നത്. കൈനസ്തെറ്റിക് ഇമേജറി ഈസ് സീൻ ഇൻ ദ ഇമേജ് ഓഫ് എ റോസ് ബീങ് ഫ്ലങ് ഇൻ ടു എ റൂം, ഹൈലൈറ്റിംഗ് ദ സഡൻനെസ് ആൻഡ് ദ യുണീക്നെസ് ഓഫ് മൊമെന്റ്സ്. കൈനസ്തെറ്റിക് ഇമേജറി എന്ന് പറയുന്നത് റോസ് ഫ്ലങ് ഇൻ ടു ദ റൂം എന്നുള്ള ലൈനാണ്. അത് കാണിക്കുന്നത് ഓരോ നിമിഷത്തിന്റെയും സഡൻനെസ്, ഓരോ നിമിഷവും എത്ര പെട്ടെന്നാണ് വരുന്നതെന്നും അത് എത്ര യുണീക്ക് ആണെന്നുമാണ്. Tactile imagery appears in the mentions of kisses expressing love and affection. സ്പർശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാക്ടൈൽ ഇമേജറി വരുന്നത് കിസസ് എന്നുള്ള വാക്കിലാണ്. അത് മനുഷ്യരുടെ സ്നേഹവും വാത്സല്യവും ബന്ധങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. These images reinforce the poem's central idea that every moment in the life is precious and cannot be repeated. ഈ ഇമേജസ് എല്ലാം ഓരോ മൊമെന്റും വ്യത്യസ്തമാണ്, ഇതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള കവിതയുടെ പ്രധാന ആശയത്തെയാണ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് വർക്ക്ഷീറ്റ്. നമുക്കിവിടെ ഒരു വർക്ക്ഷീറ്റ് ആണ് ആക്ടിവിറ്റി 2 തന്നിരിക്കുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. എന്തൊക്കെയാണത്? ടൈറ്റിൽ ഓഫ് ദ പോം, ഇൻട്രൊഡക്ഷൻ, അബൌട്ട് ദ പോയിറ്റ്, തീം ഓഫ് ദ പോം. ആദ്യം തന്നെ കവിതയുടെ പേര്, പിന്നെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കവിയെ പറ്റിയും കവിതയുടെ പ്രധാന ആശയവും, സമ്മറി ഓഫ് ദ പോം കവിതയുടെ സമ്മറി, സ്ട്രക്ചർ ഓഫ് ദ പോം കവിതയുടെ ഘടന എങ്ങനെയാണെന്നാണ്, പിന്നെ പോയറ്റിക് ഡിവൈസസ് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ്? അലിറ്ററേഷൻ, ഇൻസ്റ്റൻസസ് ഓഫ് എസോണൻസ്, റൈം സ്കീം, റൈമിംഗ് വേർഡ്സ്, ഇമേജസ് പലതരം ഇമേജും, ഇനി സിംബോളിസം, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്നൊക്കെയാണ്. പിന്നെ മെസ്സേജ് ഓഫ് ദ പോം കവിത എന്ത് മെസ്സേജാണ് വായനക്കാരിലേക്ക് എത്തിക്കുന്നത്, യോർ വ്യൂസ് ഓൺ ദ പോം കവിതയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, ഇതൊക്കെയാണ് നമുക്ക് ഈ വർക്ക്ഷീറ്റിൽ എഴുതാനായിട്ടുള്ളത്. Now write a note of appreciation of the poem using the details in the worksheet.
അതിനുശേഷം നമ്മൾ ഈ വർക്ക്ഷീറ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കവിതയുടെ ഒരു അപ്രിസിയേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വർക്ക്ഷീറ്റ് ആദ്യം ഫില്ല് ചെയ്യാം, എന്നിട്ട് അത് വെച്ചിട്ടാണ് നമുക്ക് അപ്രിസിയേഷൻ എഴുതേണ്ടത്. ആദ്യം ടൈറ്റിൽ ഓഫ് ദ പോം, കവിതയുടെ പേര് നത്തിങ് ട്വൈസ്. പിന്നെ ഇൻട്രൊഡക്ഷനിൽ കവിയെ പറ്റിയും കവിതയുടെ പ്രധാന ആശയവുമാണ്. അബൌട്ട് ദ പോയിറ്റ്. Wisława Szymborska was a renowned Polish poet and essayist. She was awarded the Nobel Prize in Literature in 1996. Her poems are known for their simplicity, wit and philosophical depth. വിസ്വാവ ഷിംപോസ്ക എന്ന് പറയുന്നത് ഒരു പോളിഷ് റൈറ്റർ ആണ്. സാഹിത്യത്തിലെ നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഷിംപോസ്കയുടെ കവിതകൾ എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി, വിത്ത്, ഫിലോസഫിക്കൽ ഡെപ്ത്, ലൈഫിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അടുത്തത് കവിതയുടെ തീമാണ്. തീം ഓഫ് ദ പോം, ദ യുണീക്നെസ് ഓഫ് ലൈഫ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ചെറിഷിംഗ് എവറി മൊമെന്റ് ബിക്കോസ് നത്തിങ് ഹാപ്പൻസ് ട്വൈസ്. ഓരോ നിമിഷവും യുണീക്കാണ്, അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കണം, കാരണം ഒന്നും നമുക്ക് രണ്ടാമത് ലഭിക്കില്ല എന്നാണ് ഈ കവിതയുടെ മെയിൻ ആശയമായിട്ട് വരുന്നത്. ഇനി കവിതയുടെ സമ്മറിയാണ്. The poem celebrates the uniqueness of life and experiences. The poet reminds us that no moment can be repeated exactly as it was before. Every day, emotion and relationships is different and precious. Therefore, instead of fearing the passing of time, we should value the present and enjoy life fully. ഈ കവിതയിൽ ഓരോ നിമിഷത്തിന്റെയും യുണീക്നെസ് എല്ലാ നിമിഷവും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഭയക്കാതെ ആസ്വദിക്കാനാണ് കവി നമ്മളോട് പറയുന്നത്. ഇതാണ് ഈ കവിതയുടെ സമ്മറി ആയിട്ട് വരുന്നത്. അടുത്തത് കവിതയുടെ സ്ട്രക്ചർ ആണ്. ദ പോം കൺസിസ്റ്റ് ഓഫ് 7 stanzas. 7 സ്റ്റാൻസയാണുള്ളത്. ഈച്ച് സ്റ്റാൻസ കണ്ടെയ്ൻ 4 lines. ഓരോ സ്റ്റാൻസയിലും 4 lines ആണുള്ളത്. അപ്പൊ 4 lines ഉള്ള ഒരു സ്റ്റാൻസയാണ് നമ്മൾ ക്വാർട്ടറൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കവിതയിൽ 7 ക്വാർട്ടറൈൻസ് ആണുള്ളത്. ദ റൈം സ്കീം ഈസ് AB. റൈം സ്കീം എന്ന് പറയുന്നത് AB ആണ്. അടുത്തത് പോയറ്റിക് ഡിവൈസസ് ആണ്. അതിൽ ആദ്യത്തത് ഇൻസ്റ്റൻസസ് ഓഫ് എലിറ്ററേഷൻ. എലിറ്ററേഷൻ എവിടെയൊക്കെ വരുന്നുണ്ടെന്നാണ് ആദ്യത്തത്. അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ കോൺസണന്റ് സൗണ്ട്സ് ഒരു ലൈനിൽ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അലിറ്ററേഷൻ വരുന്നത് നോ 2 nights will teach what bliss is എന്നുള്ള വരിയാണ്. അവിടെ 2 will teach കണ്ടോ, ട് സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അടുത്തത് ഐ ഫീൽ ആസ് ഇഫ് എ റോസ് were flung. ഇവിടെ ഫീൽ ഫ്ലങ്, ഇവിടെ എഫ് സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അടുത്തത് വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ. ഇവിടെ വേ സൗണ്ട് ആണ്. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. ഇവിടെയും ടി സൗണ്ട് ആണ് വരുന്നത്. അപ്പൊ അതാണ് എലിട്രേഷൻ വരുന്ന വരികൾ. അടുത്തത് എസൊണൻസ് ആണ്. എസൊണൻസ് എന്ന് പറഞ്ഞാൽ വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അത് വരുന്നത് നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. അടുത്തത് ആൻഡ് ലീവ് വിതൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്. അടുത്തത് വൺ ഡേ പെർഹാപ്സ് സം ഐഡിൽ ടങ്. അടുത്തത് വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ. അടുത്തത് റൈം സ്കീമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു AB ആണ് റൈം സ്കീം വരുന്നത്. ഇനി കവിതയിൽ റൈമിംഗ് വേർഡ്സ് ആണ്. ഒരുപോലെ സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കുകളാണ് റൈമിംഗ് വേർഡ്സ്. അപ്പൊ ഇവിടെ വരുന്നത് ട്വൈസ് ഇംപ്രവൈസ്. ഡി സൗണ്ട് സൈലന്റ് ആണ്, അതുകൊണ്ടാണ് ഈ ട്വൈസ് ഇംപ്രവൈസ് എന്നുള്ള വാക്ക് റൈമിംഗ് ആയിട്ട് വരുന്നത്. സ്പെല്ലിംഗ് അല്ല, ഇവിടെ സൗണ്ട് ആണ് നോക്കേണ്ടത്. അടുത്തത് ഈസ് പ്രാക്ടീസ്, ജമ സമ, ഡൺസ് വൺസ്, യെസ്റ്റർഡേ വേ, ടങ് ഫ്ലങ്, ആക്സിഡന്റ് സെന്റ്. ഇതൊക്കെയാണ് കവിതയിലെ റൈമിംഗ് വേർഡ്സ്. ഇനി ഇമേജസ് ആണ്. ഇമേജസ് നമ്മൾ നേരത്തെ കണ്ടു. ഏതൊക്കെയാണ്? റോസും ക്ലോക്കും വിഷ്വൽ ഇമേജ് ആണ്. സെന്റ് ഓൾ ഫാക്ടറി ഇമേജ് ആണ്. ഐഡിൽ ടങ് മെൻഷൻ യുവർ നെയിം ഓഡിറ്ററി ഇമേജ് ആണ്. ആസ് ഇഫ് എ റോസ് വർ ഫ്ലങ് ഇൻ ടു ദ റൂം കൈനസ്തെറ്റിക് ഇമേജ് ആണ്. പിന്നെ കിസസ് വരുന്നത് ടാക്ടൈൽ ഇമേജ് ആണ്. അടുത്ത മറ്റ് ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. അതിൽ ഫസ്റ്റ് മെറ്റഫർ ആണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യാണ്, പക്ഷെ അവിടെ ലൈക്ക് ആസ് ഈ 2 വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനത്തെ കമ്പാരിസൺ വരുന്നത് ലൈഫ് ഈസ് കമ്പയർഡ് ടു എ കോഴ്സ് ഓഫേർഡ് ഓൺലി വൺസ്. ലൈഫിനെ ഒരു കോഴ്സ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അത് ഒരിക്കലേ നമുക്ക് ലഭിക്കൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇനാനിമേറ്റ് ആയിട്ട് ലൈഫ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് മനുഷ്യന്റെ ഗുണങ്ങൾ കൊടുത്ത് ഹ്യൂമൻ ആസ്പെക്ട് കൊടുക്കുന്നതിനെയാണ്. ഇവിടെ വരുന്നത് നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ. ഒരു ദിവസവും യെസ്റ്റർഡേ അതിന് മുമ്പത്തെ ദിവസത്തെ കോപ്പി ചെയ്യുന്നില്ല എന്നാണ്. അപ്പൊ ഇവിടെ ദിവസത്തിനാണ് ഒരു ഹ്യൂമൻ ആസ്പെക്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തത് സിമിലി ആണ്. സിമിലി നമുക്കറിയാം ലൈക്ക് ആസ് ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച് 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നതാണ്. ഇവിടെ പറയുന്നത് വി ആർ ഡിഫറെന്റ് ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ ആർ. ഇവിടെ ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ, മനുഷ്യനെ 2 ഡ്രോപ്പ് ഓഫ് വാട്ടർ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അടുത്തത് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് കവി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ട് അല്ലെ, അത് ഏതൊക്കെയാണ്? റോസ് വാട്ട് കുഡ് ദാറ്റ് ബി. ഈ ലൈൻസ് ആണ് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇനി കവിതയുടെ മെസ്സേജ് നമുക്ക് നോക്കാം. The poem conveys that life is precious and every moment is unique. Since nothing happens twice, we should appreciate the present, cherish our relationships and live without the fear of the future. ഇവിടെ പറയുന്നത് എന്താണ് മെസ്സേജ്? ഓരോ നിമിഷവും യുണീക്ക് ആണ്.
ഒരു കാര്യവും നമുക്ക് 2 തവണ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷത്തെയും നമ്മൾ എൻജോയ് ചെയ്ത് ചെറിഷ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മളോട് കവി പറയുന്ന ഒരു മെസ്സേജ്. യുവർ വ്യൂസ് ഓൺ ദ പോം. ഇനി കവിതയെ പറ്റി നിങ്ങളുടെ അഭിപ്രായമാണ്. നത്തിങ് ട്വൈസ് ഈസ് ആൻ ഇൻസ്പയറിംഗ് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് പോം. Its simple language and vivid imagery effectively convey a profound message about life. The poem encourages readers to value every moment and embrace life's uncertainties with optimism. ഇവിടെ കവി പറയുന്നത് ഓരോ നിമിഷത്തെയും വാല്യൂ ചെയ്ത് നമ്മളുടെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നമുക്കൊന്നും അറിയാത്ത ഭാവിയിൽ വരുന്ന ലൈഫിനെ പോസിറ്റീവായിട്ട് നേരിടാനാണ്. ഇനി ഈ വർക്ക്ഷീറ്റ് വെച്ചിട്ട് ഒരു അപ്രിസിയേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കവിതയുടെ അപ്രിസിയേഷൻ വായിക്കാം. നമ്മളിപ്പോ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അപ്രിസിയേഷനിൽ ഒരു പാരഗ്രാഫ് ഫോമിൽ അറേഞ്ച് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. Nothing Twice is a beautiful and thought-provoking poem written by Wisława Szymborska, a renowned Polish poet and essayist who was awarded Nobel Prize in Literature in 1996. Her poetry is celebrated for its simplicity, wit and philosophical depth. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കവിയെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് കവിതയുടെ സെൻട്രൽ തീമാണ്. The central theme of the poem is uniqueness of life and the importance of cherishing every moment, as nothing in life can happen exactly the same way twice. Through this poem, the poet reminds us that everyday experiences and relationships is precious and unrepeatable. അപ്പൊ ഇതാണ് കവിതയുടെ മെയിൻ ആശയമായിട്ട് പറയുന്നത്. ഓരോ നിമിഷവും യുണീക്കാണ്, അത് അൺറിപ്പീറ്റബിൾ ആണ്. The poem consists of 7 quatrains, 4-line stanzas and follows an ABAB rhyme scheme. The poet uses simple language to convey profound truths about life and time. The rhyme words such as twice, practice, jama, sama, dance once, yesterday, way, tongue flung, and accident sent add musical quality to the poem. ഇനി വരുന്നത് പോയത്തിന്റെ സ്ട്രക്ചർ ആണ്. ABAB റൈം സ്കീമാണ് കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 7 സ്റ്റാൻസയുണ്ട്. ഓരോ സ്റ്റാൻസയിലും 4 വരികളാണ്. അതുകൊണ്ടാണ് അതിന് ക്വാട്രെയിൻ എന്ന് പറയുന്നത്. ഒരു 4 ലൈനുള്ള സ്റ്റാൻസയാണ് ക്വാട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 7 ക്വാട്രെയിൻസ്, 7 ക്വാട്രെയിൻസ് ആണുള്ളത്. പിന്നെ അവിടെ റൈമിംഗ് വേർഡ്സ് ഉപയോഗിച്ചതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈമിംഗ് വേർഡ്സ് ഒരു മ്യൂസിക്കൽ ക്വാളിറ്റിയാണ് ഈ കവിതയ്ക്ക് കൊടുക്കുന്നത്. The poem is enriched with several poetic devices. പിന്നെ കുറെ പോയറ്റിക് ഡിവൈസസ് ഈ കവിതയിൽ നമുക്ക് കാണാം. Alliteration is seen in expressions like no two nights, fleeting day, and today is always gone tomorrow. Assonance appears in lines such as nothing can ever happen twice and one day perhaps some idle tongue. The poet employs metaphor by comparing life to a course that is offered only once. അപ്പോൾ ഇവിടെ നമ്മൾ alliteration കണ്ടു, assonance കണ്ടു, metaphor കണ്ടു. ഇനി personification ആണ്. Personification is used in the line no day copies yesterday. The line we are different just as 2 drops of water are is fine simile, while a rose, what could that be, is a rhetorical question that encourages reflection. ഇവിടെ സിമിലി ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ 2 വാട്ടർ ഡ്രോപ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നതിലാണ്. A rose, what could that be? അങ്ങനെയുള്ള ഒരു ചോദ്യം, ഒരു റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് വായനക്കാരെ തന്നെ സ്വയം ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഈ റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ. ഇമേജറി പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദ പോം. ഇനി ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ഇമേജറീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. The rose creates visual imagery and symbolizes beauty and uniqueness. The scent appeals to the sense of smell and evokes pleasant memories. The phrase some idle tongue mentions your name creates auditory image, while as if a rose were flung into the room provides kinesthetic imagery. The image of kisses appeal to the sense of touch and conveys warmth and affection. The tone of the poem is reflective, philosophical and optimistic. The poet urges the readers not to fear the passage of time but to appreciate every fleeting moment. ഇമേജസിനെ പറ്റി പറഞ്ഞു. പിന്നെ പറയുന്നത് കവിയുടെ മെസ്സേജ് ആണ്. നമ്മളുടെ ഓരോ നിമിഷത്തെയും ഭയപ്പെടാതെ പോസിറ്റീവായിട്ട് നേരിടാനാണ് കവി പറയുന്നത്. The poem conveys a powerful message that life is precious, every moment is unique, and we should value the present, cherish our relationships and live without the fear of the future. ഈ കവി പറയുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഓരോ മൊമെന്റും യുണീക്കാണ്. അതിനെ ചെറിഷ് ചെയ്ത് ഭാവിയെ പറ്റിയിട്ടുള്ള, ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഭയമൊന്നുമില്ലാതെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നേരിടാനാണ്. I find Nothing Twice an inspiring and memorable poem. ഈ Nothing Twice എന്നുള്ള ഒരു കവിത നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കവിതയാണ്. Its simple language, vivid imagery and universal message encourages readers to embrace life's uncertainties and enjoy every moment to the fullest. ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ ലാംഗ്വേജും ഇമേജറിയും ഈ മെസ്സേജൊക്കെ ലൈഫിലെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ എംബ്രേസ് ചെയ്ത് ഓരോ മൊമെന്റിനെയും എൻജോയ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അപ്രിസിയേഷൻ വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ആക്ടിവിറ്റിയോട് കൂടി നത്തിങ് ട്വൈസ് എന്നുള്ള കവിതയും അതിലെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ കഴിയാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ യൂണിറ്റിലെ ഗ്രാമർ ആക്ടിവിറ്റീസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.